പ്രിയ കൂട്ടുകാർക്ക് ഏവർക്കും വോയേജ് എയർ കണ്ടീഷനിലേക്ക് സ്വാഗതം. ഗ്രീയുടെ 3 ടൺ ഡക്റ്റബിൾ എ സിയാണിത്. ഈ എ സി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. ആദ്യമായി തന്നെ നമ്മൾ ഇൻഡോർ യൂണിറ്റ് അൺബോക്സ് ചെയ്യാം. ശ്രദ്ധിച്ച് വേണം അൺബോക്സ് ചെയ്യാൻ, കാരണം അതിനകത്ത് റിമോട്ട്, അതിൻ്റെ നട്ട്, വാഷർ, ഡ്രൈനേജ് ഹോസ് ഇതെല്ലാം ഉണ്ട്. അതൊക്കെ എവിടെയാണെന്ന് നോക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ കവർ എടുത്തു, അതാദ്യം മാറ്റി വെക്കുക. അതിനുശേഷം അതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം നമ്മുടെ എ സിയുടെ കറക്റ്റ് അളവിൽ തന്നെ ബാക്കി മടക്കിയിരിക്കുന്ന ആ കാർട്ടൂൺ പീസെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ അടുത്ത ആൾ നേരെ അതിൻ്റെ ത്രെഡ് റോഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് എത്രയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഇവിടത്തേക്ക് ആവശ്യം 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആ 20 സെൻറ്റിയിൽ ത്രെഡ് റോഡ് കട്ട് ചെയ്യുന്നു. ഈ ത്രെഡ് റോഡ് ഗ്രൈൻഡർ ഇട്ട് കട്ട് ചെയ്യുമ്പം അതിൻ്റെ സൈഡ് ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നട്ട് വാഷറൊന്നും കയറത്തില്ല. ഓക്കെ, അപ്പോൾ അത് റെഡിയാക്കട്ടെ. ഇതാണ് നമ്മുടെ ഡ്രോയിങ്. നമുക്ക് ഇത് പ്രകാരമാണ് ഈ ഇൻഡോർ യൂണിറ്റ് ഇവിടെ ഹാങ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് ഹാങ് ചെയ്യേണ്ട പൊസിഷൻ, ഡക്റ്റൊക്കെ നേരത്തെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവിടെല്ലാം നമ്മൾ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നമ്മൾ ഡക്റ്റ് വർക്കും ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാണ് ഇൻഡോർ യൂണിറ്റ് ഹാങ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് അത് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം 4 റാഡാണ് നമുക്ക് ആവശ്യം. 10 mm റാഡാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 10 അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇതിപ്പോൾ ബോട്ടം ഇതാണ്, നമുക്ക് ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വേണ്ട ടോപ്പാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തലതിരിച്ച് പിടിച്ചു. അതിൻ്റെ ഔട്ടർ ലൈന് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കി. അത് മൗത്ത് പീസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലെവല് കാര്യങ്ങളെല്ലാം വെച്ചു. അതിനുശേഷം അതിൽ തന്നെ ഹോളുണ്ട്. പക്ഷേ ആ ഹോളൊന്നും കൂടെ നമ്മുടെ ത്രെഡ് റോഡ് ഇട്ടൊന്ന് വലുതാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവർ വലുതായിക്കൊണ്ടിരിക്കുകയാണത്. അത് വലുതാക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഹുക്കിൻ്റെ അവിടെ, ഹാങ് ചെയ്യേണ്ട ഹുക്കിൻ്റെ അവിടെ തന്നെ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതിപ്പോൾ അവർ ചെക്ക് ചെയ്തു. അങ്ങനെ 4 ഇടത്തും ആ ഹോള് വലുതാക്കുക. ഇപ്പം 4 ഇടത്ത് അവർ വലുതാക്കി. ഇനി നേരെ നമ്മുടെ മൗത്തിൻ്റെ അളവ് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മളൊരു 80 സെൻറ്റി മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 80 സെൻറ്റിക്ക് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത് ആയിട്ടുള്ള, കറക്റ്റ് ലെവലായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാനൽ, ഇതിപ്പോൾ നമ്മൾ സ്ലോട്ടർ ചാനലാണ് ഉപയോഗിക്കുന്നത്. ആ സ്ലോട്ടർ ചാനൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുന്നത് നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ ഡയഗ്രാം വെക്കാൻ വേണ്ടിയാണ്. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചടിഞ്ഞു പോകില്ല. എ സി ആണെങ്കിലും കറക്റ്റ് സ്ട്രൈറ്റായിട്ട് തന്നെ ഹാങ് ചെയ്യാൻ പറ്റും. അതല്ലേ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞു. ഡയഗ്രാം എടുത്ത് വെച്ചു. ഇപ്പോൾ ഇവിടെ ഡയഗ്രാം വെക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. കാരണം പൈപ്പിൻ്റെ കോപ്പർ പൈപ്പ് വരുന്ന സൈഡിലൊക്കെ ഫ്ലെയർ ചെയ്യാനും കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതല്ല വാളിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അത് ഏകദേശം ഒരു 40-50 സെൻറ്റിയൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ഇത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 4 ഹോളും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ പോലും ഡയഗ്രാം ഒന്നും ചരിയാൻ പാടില്ല. ചരിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ഇനി അടുത്ത ഹോൾ അടിക്കേണ്ടതായിട്ടുണ്ട് യൂണിറ്റ് ഫിക്സ് ഇടാൻ വേണ്ടി. അപ്പോൾ അതിന് 12 mm ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ബിറ്റ് ഡ്രില്ലിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ യൂണിറ്റ് ഫിക്സിൻ്റെ ആഴത്തിൽ മാത്രം നമ്മൾ സ്ലാബിലോട്ട് ഡ്രില്ല് ചെയ്യാവുള്ളൂ. ഓവറായിട്ട് ഡ്രില്ല് ചെയ്യുകയും ചെയ്യല്. ഓക്കെ, അപ്പോൾ ഏകദേശം ആ അളവ് നോക്കിയിട്ട് നമ്മുടെ ടെക്നീഷ്യൻ, ഇതിപ്പോൾ പുതിയ ടെക്നീഷ്യനാണ് കേട്ടോ, ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ് കമ്പനിയിലേക്ക്. ഇപ്പോൾ കുഴപ്പമില്ല, മിടുക്കനാണ് ആൾ. വർക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു. ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് വർക്കൊക്കെ ഓക്കെ ആയ ആളുടെ. അങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ 4 സൈഡിലും 4 ഹോള്, 2 സൈഡിലും 4 ഹോള്. ഇപ്പോൾ അവൻ്റെ മുഖത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ് കൈയൊക്കെ പിടിച്ചേക്കുന്നത്. ഒരു ബോട്ടിൽ വെച്ചൊക്കെ അടിച്ചാൽ നമ്മുടെ മുഖത്ത് വീഴത്തൊന്നുമില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് സ്വദേശിയാണ്. ഇവിടുത്തെ സ്വദേശി നമ്മളിവിടെ വർക്കിനുണ്ട്. അങ്ങനെ ആ യൂണിറ്റ് ഫിക്സിൻ്റെ ബോക്സ് എടുത്ത് കൊടുത്തു. അതാണ് യൂണിറ്റ് ഫിക്സ്. ഉണ്ടോ, ഇത്രയും ഡെപ്തിൽ മാത്രം നമ്മൾ സ്ലാബിൽ ഹോൾ അടിച്ചാൽ മതി. ഫുൾ ഹോൾ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് 10-ൻ്റെയാണ്, കാരണം 10-ൻ്റെ റാഡല്ലേ നമ്മളെടുത്തേ. അപ്പോൾ 10-ൻ്റെ യൂണിറ്റ് ഫിക്സ് കറക്റ്റായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അങ്ങനെ അത് ഫിക്സ് ചെയ്തു.
ഇനി അതിനകത്ത് ആ 12-ൻ്റെ ബിറ്റ് മാറ്റി 6 mm ബിറ്റ് ഇടുന്നു. നേരത്തെ നമ്മൾ ഡ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്തത് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽറ്റി പ്ലസ് ഡ്രിൽ മോഡാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് കാലി ഹിൽറ്റി മോഡ് മാത്രം, അപ്പോൾ കറങ്ങില്ല, ബിറ്റ് കറങ്ങില്ല, ജസ്റ്റ് ഹിൽറ്റി മോഡ് മാത്രം വർക്ക് ചെയ്യും, അടിക്കും കിടന്ന്. അപ്പോൾ അടിക്കുമ്പോഴത്തേക്ക് അകത്തെ ആ ബോൾ കയറിയിട്ട് യൂണിറ്റ് ഫിക്സ് ടൈറ്റ് ആവും. ഓക്കെ, അവനത് കാണിച്ചു തരുവാണ്, പക്ഷേ സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ 4 യൂണിറ്റ് ഫിക്സും കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. ആണ് ഇത് ആ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ എത്ര ആയാലും താഴെ പടില്ല കേട്ടോ, അത്ര സ്ട്രോങ് ആയിട്ട് അവിടെ ഇടുന്നുള്ളൂ. ഇതാണ് 10-ൻ്റെ ത്രെഡ് റോഡ്, നേരത്തെ അവൻ കട്ട് ചെയ്ത ത്രെഡ് റോഡാണിത്. അതെല്ലാം എടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് ഇനി നട്ട് വാഷയുടെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സാധാരണ ഞാൻ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഇടാൻ പറ്റുന്നില്ല. ഇത് AC-യുടെ കൂടെ വന്ന നട്ടാണ്. പക്ഷേ ഈ 4 നട്ട് മാത്രം പോരാ, ബാക്കി നട്ട് നമ്മുടെ ആ ബോക്സിലുണ്ട്. അപ്പോൾ അത് അവരിപ്പോൾ ഇടും. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇടേണ്ടതെന്ന്. അതായത് മുകളിലൊരു നട്ട് വാഷർ ഇടണം. ആ നട്ട് വാഷർ എന്ന് വെച്ചാൽ ചെക്ക് നട്ടാണ്, സ്ലാബിലോട്ട് കയറി ടൈറ്റ് ആവുന്നതും. പിന്നെ 2 നട്ട് 2 വാഷർ, അതൊന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരണം, താഴെ നിന്ന് മുകളിലോട്ട് വരണം. ഹുക്ക് പോലെ നമ്മുടെ AC ഹാങ് ചെയ്ത് നിർത്തുന്നതും അവിടെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് മാത്രമേ നമുക്കിങ്ങനെ ഫുള്ള് സെറ്റ് നട്ടിടാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റേ ഇതേപോലെയാണ് ഇടേണ്ടത്. കണ്ടോ, ആ വാഷർ മുകളിൽ നിന്ന് താഴോട്ട് വരും, മറ്റേ താഴത്തെ ആ നട്ടിൽ ഹാങ്ങായി കിടക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ അവർ ടൈറ്റ് ചെയ്തു. ചെക്ക് നട്ട് നല്ല രീതിയിൽ സ്പാൻഡർ യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. പിന്നെ ത്രെഡ് റോഡും നല്ല രീതിയിൽ തന്നെ, ആദ്യം ത്രെഡ് റോഡാണ് ടൈറ്റ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് സ്പാൻഡർ യൂസ് ചെയ്ത് ചെക്ക് നട്ട് ടൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ത്രെഡ് റോഡ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുന്നു. പൈപ്പ് റേഞ്ച് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ താഴെ ഈ പൈപ്പ് റേഞ്ച് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി താഴെ നമ്മൾ ഇനിയും നട്ടിടേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്പുറത്തേന് അങ്ങനെ താഴെ ഇടാൻ പറ്റില്ല, കാരണം നട്ട് കയറ്റണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കണ്ടോ, ഇതിൻ്റെ AC-യുടെ ഹുക്ക് വരുന്ന ഏറ്റവും മുകളിലാണ്. കണ്ടോ, ഡ്രെയിനേജ് താഴെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഹുക്ക് ഏറ്റവും മുകളിൽ. അതുകൊണ്ട് തന്നെ സ്ലാബും AC-യുടെ ടോപ്പുമായിട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ല, ചെറിയ രീതിയിൽ റാഡിന് ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഇത് പക്ഷേ ഈ ഹുക്ക് ഒരു മിഡിൽ പോർഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തിൽ റാഡിടാം. അപ്പോൾ കുഴപ്പമില്ല, റാഡ് ഇച്ചിരി വളച്ച് വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാങ് ചെയ്യുന്ന ഒരു സൈഡ് മാത്രം നമ്മൾ കൊളുത്തി ഇട്ടുകൊണ്ട് അടുത്ത സൈഡ് നേരെ മുകളിലോട്ട് പുഷ് ചെയ്തിട്ട് താഴേന്ന് നട്ട് കയറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ത്രെഡ് റോഡ് ടൈറ്റ് ചെയ്യാനും നട്ടിടാനും ഒക്കെ കുറേ ബുദ്ധിമുട്ടാണ് ഈ ഗ്രീ AC. പക്ഷേ ജനറലിലേക്ക് AC-യിലാണെങ്കിൽ അവർ മിഡിലാണ് ഈ ഹുക്ക് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് നല്ല ഇൻസ്റ്റലേഷൻ ഫ്രണ്ട്ലിയാണ്, നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ പൈപ്പ് റേഞ്ച് മുകളിലാണ് പിടിച്ചേക്കുന്നത്, കാരണം താഴേന്ന് ആ AC ഹാങ് ചെയ്തതിന് ശേഷം നമുക്ക് നട്ട് കയറ്റണം. ഇതിപ്പോൾ ടേപ്പ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെ ഒരു വാഷർ മുകളിലോട്ട് വെച്ച് ടേപ്പ് അടിക്കാനാണ്. ഓക്കെ, അങ്ങനെ അത് ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടേ 4 റാഡും ലെവലാണോ എന്ന് നോക്കുന്ന വളരെ നന്നായിട്ടിരിക്കും. കാരണം പിന്നീട് AC ഹാങ് ചെയ്യുമ്പം ഇത് ലെവലല്ല എന്നുണ്ടെങ്കിൽ അന്നേരം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് വളച്ച് വെക്കാനൊക്കെ. ഇതിപ്പോൾ ലെവലായിട്ടാണെങ്കിൽ ഓക്കെയാണ്, ഈസി ആയിട്ട് നമുക്ക് ഹാങ് ചെയ്യാം. കാരണം അത്യാവശ്യം വെയിറ്റുള്ളൊരു 54 കിലോ വെയിറ്റുള്ളൊരു AC ആണ് അവർ രണ്ടുപേരും ഹാങ് ചെയ്യുന്നത്. പിന്നെ ഒന്നും കൂടെ ഒന്ന് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതാണ്, ഡ്രില്ലടിച്ച സമയത്ത് എന്തെങ്കിലും മാറി. അങ്ങനെ മാറത്തില്ല, എന്നാലും നോക്കിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടെക്നീഷ്യന്മാരോട് എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഒന്ന് റീചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന്. അതുകൊണ്ട് എന്ത് വർക്ക് ചെയ്താലും അവർ വീണ്ടും വീണ്ടും ഒന്ന് നോക്കാറുണ്ട്. മനുഷ്യന്മാരല്ലേ, തെറ്റുപറ്റാലോ. അങ്ങനെ അവർ പതുക്കെ AC എടുത്ത് സ്കഫോൾഡിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ചു. ഇത് വളരെയധികം സുഖം. അതും അത്യാവശ്യം വെയിറ്റ് ആയതുകൊണ്ട് അവരുടെ തലയ്ക്ക് മുകളിൽ കൈ വരുമ്പോഴും അതും ബുദ്ധിമുട്ടാണത്. പിന്നെ നല്ല സ്കഫോൾഡിങ് ഒക്കെയാണ് അറേഞ്ച് ആക്കിയിട്ടത്, കറക്റ്റ്, അതൊക്കെ കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ ഇട്ടേക്കുന്ന പലകയാണല്ലോ ഓക്കെയാണ്. ഇത് ആ റാഡ് ഫിക്സ് ചെയ്താൽ കണ്ടോ, ഒരു സൈഡിൽ എല്ലാ നട്ടും ഇട്ടിട്ടുണ്ട്, താഴെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ താഴെ നമ്മൾ നട്ടിട്ടിട്ടില്ല. അപ്പോൾ ആ സൈഡ് ആദ്യം ഹാങ് ചെയ്തിട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് താഴെ നിന്ന് മണ്ടിക്കൂടെ നട്ടിടാനാണ് പ്ലാൻ. അപ്പോൾ അവർ പറയുകയാണ്, അവരെ അമ്മ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ചും കൂടെ ആ താഴെ ഇട്ട നട്ടൊന്ന് താത്തോളൂ, പിന്നെ നമുക്ക് പൊന്തിക്കാമെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും പൊക്കി എടുത്ത് വെച്ച് ഈ സൈഡ് പൊങ്ങത്തില്ല എന്ന അവരുടെ ഒരു ഡിസ്കഷൻ വന്ന് അവരങ്ങനെ ചെയ്ത്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് എന്നോട് ഉണ്ട്. വീണ്ടും ഒന്നും കൂടെ സ്ട്രോങ് കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചു.
പതുക്കെ പൊക്കി അത് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം. കാരണം താഴെങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെക്നീഷ്യന്മാർ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും AC. അത്യാവശ്യം വിലയുള്ളതാണ് AC ഒക്കെ. ആ സൈഡിലോട്ട് അപ്പം നട്ടിട്ട സൈഡിലോട്ട് എല്ലാം കയറ്റി മുകളിൽ നിന്ന് താഴോട്ടുള്ള ആ നട്ട് വാഷർ മറ്റേ ടേപ്പ് ഊരിയിട്ട് അവർ ടൈറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ഇവൻ താഴെ നിന്ന് മുകളിലോട്ട് പൊക്കി. ഇപ്പോൾ ഈ ലെവല് സാധാരണ ഇപ്പോഴല്ല നമ്മൾ നോക്കാറ്, നമ്മൾ മൗത്തോടെ ഫിക്സ് ചെയ്തിട്ടാണ് AC ലെവൽ ചെയ്യുന്നത്. പിന്നെ അവരിപ്പോൾ ഒന്ന് നോക്കിയതാണ്, ഇപ്പോൾ ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് മൗത്തോടെ കണക്ട് ചെയ്യുമ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി മൗത്ത് ഫിക്സ് ചെയ്യുന്ന വീഡിയോസും ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആ ഡ്രോയിങ് പ്രകാരം തന്നെ ഫിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതിനാരും മറക്കല്ലേ. ലൈക്കും ചെയ്തേക്കണേ. എന്നാലല്ലേ ഇനി വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. മെയിൻ്റനൻസ്, മറ്റ് ഇൻസ്റ്റലേഷൻ, പ്രൈസിങ്, മൗത്ത് കട്ടിങ്, ഡക്റ്റ് കട്ടിങ്, പല വീഡിയോസൊക്കെ വേണ്ടായോ? ഉണ്ടോ? നമ്മുടെ ഡ്രോയിങ് പ്രകാരം തന്നെ വീഡിയോ ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 10 AC ഫിക്സ് ചെയ്യാനുണ്ട്. അവിടെ ഇനി അടുത്ത AC ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത AC യിലോട്ട് പോട്ടെ.